വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നാളെയാണ് നമ്മുടെ ഓണം എക്സാമിനേഷൻ. ഈ ഓണം എക്സാമിനേഷന് വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡബിൾ പാസ് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സും അതിന്റെ ആൻസറും കുറച്ച് ഡെറിവേഷനും അതിന്റെ സിമ്പിൾ സ്റ്റെപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഡബിൾ പാസിലുള്ള മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഉഷാറായിട്ട് നമുക്ക് ഈ ഓണം എക്സാമിനേഷന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. റെഡി അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇന്ന് നമ്മുടെ സൂപ്പർ 60 ഉണ്ട്. എല്ലാ മക്കളും അവിടെ ഉണ്ടായിരിക്കുക. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ 60 നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. നേരെ നമ്മൾ കിടക്കുന്നു. യെസ്, ഒന്നാമത്തെ ടോപ്പിക്കാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ആണ്. Q is equal to plus or minus ne. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. അടുത്ത എന്താണ് മക്കളെ? കുളംബ്സ് ലോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ആണ്. അതേപോലെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. കൂളംബ്സ് ലോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? F is equal to 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? R² എന്ന് കിട്ടുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് തിയറം. എല്ലാ മക്കളും പഠിച്ചിട്ട് പോവാ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായും ഈ ക്വസ്റ്റ്യൻ കാണുന്നതായിരിക്കും. ഇതിനടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതും ഉറപ്പായി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി. ദ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡൈവേഴ്സ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൺവേർജ് ചെയ്യും. അതേപോലെ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ടാൻജന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ടാൻജന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മാർക്കിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല മക്കളെ? കൂട്ടിമുട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിക്കും. വൈ? ബിക്കോസ് ദേ ഇന്റർസെക്ട്. അവർ ഇന്റർസെക്ട് ചെയ്താൽ ഇറ്റ് ഷോസ് ടു ഡയറക്ഷൻ. ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ദെൻ നെക്സ്റ്റ് വൺ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ദേ ആർ പാരലൽ ലൈൻസ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും മക്കളെ. ദെൻ നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള രണ്ട് ചാർജുകളെ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് എഴുതണം? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞിരിക്കണം. The strength of an electric dipole P is equal to 2AQ. Distance between two charges and one of the charge. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ ഡയറക്ഷൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഇവന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then next one, very very important derivation. ഒരു ഡൈപോൾ അതിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഡെറിവേഷൻ ആണ്. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും. പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E1, മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E2. ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്തു. E1 സൈൻ തീറ്റ, E1 കോസ് തീറ്റ. E2നെ റിസോൾവ് ചെയ്തു. E1 E2 കോസ് തീറ്റ, E2 സൈൻ തീറ്റ. സൈൻ തീറ്റകൾ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ഒൺലി റിമെയിൻസ് എന്ത് മാത്രമേ ഉള്ളൂ? കോസ് തീറ്റകൾ മാത്രം. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി വെക്കുന്നതായിരിക്കും. റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഇക്വേഷൻ ആണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2E1 കോസ് തീറ്റ ആണ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 Q/x² ആണ്. കാരണം ചാർജിൽ നിന്നും ആ പോയിന്റിലോട്ട് ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? x ആയതുകൊണ്ട് Q/x² കൊടുത്തു. കോസ് തീറ്റയുടെ വാല്യൂ A/x ആണ്. ഈ ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് A/x ആണ്. ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. യെസ്, എക്സിന്റെ വാല്യൂ അറിഞ്ഞിരിക്കുക. എക്സിന്റെ വാല്യൂ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത് R² + A² ഹോൾ റൈസ് 1/2 ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇവിടെ നമ്മൾ പറയും R വളരെ 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 വലുതും A വളരെ 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 ചെറുതുമായതുകൊണ്ട് നമുക്ക് പറയാം ഈ സ്ക്വയറിന്റെ ടേമിനെ നെഗ്ലക്ട് ചെയ്യാം. 2AQ നമ്മൾ P എന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും 1/4πε0 P/R³. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇതിനടുത്ത് ഗോസസ് ലോ, വെരി വെരി ഇമ്പോർട്ടന്റ് തിയറമാണ്. ഗോസസ് ലോ എന്താണ് പറയുക മക്കളെ? സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ സർഫസ് ഇന്റഗ്രൽ ഓഫ് E.ds. സർഫസ് ഇന്റഗ്രൽ ഓഫ് എന്താണ്? E.ds is equal to 1/ε0 times Q.
ഒരു ചാർജിനെ നമ്മളൊരു സർഫസിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ചാർജിന് സെയിം ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഗോസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എനി ക്ലോസ്ഡ് സർഫസ്, ഏതൊരു ക്ലോസ്ഡ് സർഫസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. റെഡിയല്ലേ മക്കളെ? അതിന്റെ ആപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്പെറിക്കൽ ഷെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി E is equal to σ/ε0 r² ആണ്. യെസ്, നമ്മുടെ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പുറത്താക്കുന്നു. ഇന്റഗ്രൽ ds, ഈ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സർഫസ് ഏരിയ കിട്ടുന്നു. Q എന്ന് പറയുന്നത് σ4πr² ആണ്. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത്, യെസ് മക്കളെ, അടുത്ത ചാപ്റ്റർ ആണ്. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡെറിവേഷൻ ആണ്. ആദ്യം നമുക്കറിയാം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇൻഫിനിറ്റി നിന്ന് r വരെ E.ds ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/ε0 Q/x² ആണ്. x ഡിസ്റ്റൻസിലാണ് ചാർജ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? 1/x² ഇന്റഗ്രേഷൻ -1/x ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് V is equal to 1/4πε0 Q/r എന്നൊരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ദെൻ അടുത്തത് EQ പൊട്ടൻഷ്യൽ സർഫസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സർഫസിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ അതിനാണ് EQ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന EQ സർഫസ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ദേ ആർ പാരലൽ ലൈൻസ് ആണ്. അതേപോലെ തന്നെ EQ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് പാരലൽ പ്ലെയിൻ ഷീറ്റുകളായിരിക്കും. ദെൻ അടുത്തത് അതിന്റെ പ്രോപ്പർട്ടി ആണ്. ഒരു ഇക്വിപ്പൺ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് നമ്മൾ വർക്ക് ചെയ്യേണ്ട. അതേപോലെ തന്നെ രണ്ട് ഇക്വിപ്പൺ സർഫസ് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിപ്പൺ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ അവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എവിടെയാണ്? നമ്മുടെ കപ്പാസിറ്ററുടെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. സി മീഡിയം എന്ന് പറയുന്നത് K ടൈംസ് എന്താണ് മക്കളെ? C എയർ ആണ്. K is the dielectric constant. The next one, expression for capacitance, very very important ആണ്. നമുക്കറിയാം C is equal to Q/V ആണ്. Q is equal to sigma A ആണ്. V is equal to σ/ε0 into D ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ C is equal to ε0 A/D. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇത് പഠിച്ചിരിക്കുന്ന ഡെറിവേഷൻ ആണ്. അതേപോലെ ഇവിടുന്ന് പഠിച്ചിരിക്കുന്ന മറ്റൊരു ഡെറിവേഷൻ ആണ് സീരീസും പാരലലും കോമ്പിനേഷൻ. ഇൻ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് V equal to V1 plus V2. സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻറ്റ് ആയിരിക്കും, ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ V equal to V1 plus V2, V equal to Q/C ആണ്. ഇട്ട് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇനി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് സെയിം ആണ്, ചാർജ് ഡിഫറൻറ്റ് ആണ്. അതുകൊണ്ട് Q equal to Q1 plus Q2 ആണ്. Q equal to CV രാമൻ ആണ്. CV equal to CV1 plus C2V2. യെസ്, എങ്കിൽ നമുക്ക് ആരെ വെട്ടിക്കളയാം? പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും C equal to C1 plus C2. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇതിനടുത്തത് പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്യൂൾ എന്ന് വെച്ചാൽ ചാർജ് സെപ്പറേഷൻ ഉള്ള മോളിക്യൂളാണ് പോളാർ മോളിക്യൂൾ. അതേപോലെ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് കാണും. നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ചാർജ് സെപ്പറേഷൻ കാണത്തില്ല, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് കാണത്തില്ല. എക്സാമ്പിൾ CO2 H2. പോളാർ ആണെങ്കിൽ HCl H2O ആണ്. ദെൻ അടുത്ത ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന സംഗതിയാണ്. കറണ്ട് ഡെൻസിറ്റി, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഗെയിൻ ബൈ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഇക്വേഷൻ പഠിക്കുക, -EE top by m. അതിനുശേഷം മൊബിലിറ്റി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് VD/E. മൊബിലിറ്റി, ഈ ടേംസ് ഒക്കെ പഠിക്കണം. 1 മാർക്കോ 2 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്നതാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ഓംസ് ലോ. ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട്. ഇതിന്റെ ഗ്രാഫ് കിട്ടും സ്ട്രൈറ്റ് ലൈൻ ആണ്. അതിന്റെ സ്ലോപ്പ് എടുത്ത് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് എന്ന് ഉറപ്പായ ഒരു ക്വസ്റ്റ്യൻ, ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ എന്തുണ്ട് മക്കളെ? ബന്ധമുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടും, ഒരു സെമി കണ്ടക്ടർ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്. നോക്കിയടാ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ആണ് തന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? കൂടുന്നു. ഓക്കെ, ഇനി അലോയിലാണെങ്കിലോ? ഇത് കണ്ടക്ടർ ആണ്. ഒരു അലോയിലാണെങ്കിലോ, ഇതൊരു മെറ്റലിനകത്താണ്. ഒരു അലോയിലാണെങ്കിൽ റെസിസ്റ്റിവിറ്റി ലീനിയർലി ആണ് കൂടുന്നത്. ഇവിടെ എക്സ്പോണൻഷ്യലി, ഇവിടെ ലീനിയർലി ആണ്. ഇനി ഇതെന്താണ്? ഇത് നമ്മുടെ സെമി കണ്ടക്ടർ ആണ്. സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? റെസിസ്റ്റിവിറ്റി കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ?
ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നു, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് മക്കളെ. ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. റെഡി അല്ലേടാ മക്കളെ? യെസ്, ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റിയുടെ ഗ്രാഫാണ് ഈ കാണുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട സംഗതിയാണ്. ദെൻ അടുത്തിലോട്ട് പോവാണെങ്കിൽ ജംഗ്ഷൻ റൂളും അതേപോലെ തന്നെ KCLും KVLും ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് പഠിച്ചിട്ട് പോവുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്ന് സൂപ്പർ 60 തരുന്നതായിരിക്കും. അതേപോലെ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ് വീസ്റ്റേൺ ബ്രിഡ്ജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് കയറാൻ പാടില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്ന് സൂപ്പർ 60 തരുന്നതാണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. റെഡി അല്ലടാ മക്കളെ? യെസ്, റെഡി. അടുത്ത ലാസ്റ്റ് ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് QVB സൈൻ തീറ്റ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ ഒരു ചാർജഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ മക്കൾ അത് എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ വെലോസിറ്റി, റേഡിയസ്, കൈനറ്റിക് എനർജി ഒക്കെ പഠിച്ചിട്ട് പോവാ. ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് വെലോസിറ്റി മാത്രമാണ്. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് കൊടുക്കുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിലെ ബയോട്ട് സാവാർട്ട് ലോ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാർജ്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r². ആണ് ഇതിന്റെ ഡെറിവേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. ഒരു സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ ഇതാ മക്കളെ. ഇതാണ് ഈ ഡെറിവേഷൻ. ഈ രണ്ട് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് dB1 dB2. അതിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. അവിടെ കോസ് കമ്പോണന്റുകൾ ക്യാൻസൽ ചെയ്തു പോകുന്നു, സൈൻ കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ. ഒരാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് dB1 സൈൻ ആൽഫയാണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. μ0 I² A² + x² ഹോൾ റൈസ് ടു 3/2. വെരി വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഇത് അറിയാത്തവർ ഇന്ന് രാത്രി വരിക. Then last one നോക്കണം മക്കളെ. ആംപീരിയൻ സർക്യൂട്ടൽ തിയറം ഇമ്പോർട്ടന്റ് ആണ്. The line integral of magnetic field over a closed path എന്ന് പറയുന്നത് μ0 times current enclosed by the path ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ തന്നെ നേച്ചർ ഓഫ് ഫോഴ്സ്. രണ്ട് വയറുണ്ട്. ആ രണ്ട് വയറിനകത്തൂടെ ഒരേ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നതെങ്കിൽ ദേ അട്രാക്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ദേ റിപ്പൽ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത് ഇവിടെ പഠിക്കേണ്ടതാണ് ഗാൽവനോമീറ്റർ. ഉറപ്പാണ്. ഒന്നെങ്കിൽ ഗാൽവനോമീറ്റർ ചോദിക്കും, അല്ലെങ്കിൽ അമ്മീറ്റർ ചോദിക്കും, അല്ലെങ്കിൽ വോൾട്ടിമീറ്റർ ചോദിക്കും, ചിലപ്പോൾ രണ്ടെണ്ണവും ചോദിക്കാം. മക്കളെ, ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റുന്നത് എന്ത് ചെയ്താൽ മതി? ഒരു കുഞ്ഞു റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആയി കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ റെസിസ്റ്റൻസിനെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ നോക്കിയിട്ട് കൊണ്ട് ഉറപ്പാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് എക്സാം ഹാളിൽ കാണാം. സൂപ്പർ 60 വരാൻ മറക്കരുതേ. ബൈ ബൈ.